ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ട പ്രധാന ഭാഗങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. സമാൻ അർത്ഥ് വാലേ ശബ്ദ്, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ചിലപ്പോൾ സഹി മിലാൻ കരീം, ശരിയായത് യോജിപ്പിക്കുക എന്നൊരു പ്രവർത്തനമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സൂരജ് സൂര്യയാണ്, ദർക്കത്ത് പേടാണ്, ബാദൽ ഘട, സ്വയം ഖുദ്, സ്നേഹ പ്യാർ, ഇത്രയും വാക്കുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത പ്രധാനമായും പഠിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കവിതാക്ക ആശയം. കവിതയുടെ ആശയം എഴുതാൻ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഹിൻസ് ഉപയോഗിച്ച് നമ്മൾ കവിതയുടെ ആശയം എഴുതാൻ പഠിക്കണം. ഇതിൽ കൊടുത്തിട്ടുണ്ട്. കവിതയുടെ ആശയത്തിൻ്റെ എക്സ്പ്ലനേഷന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങളുടെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും. ആവശ്യമുള്ളവർ ആ വീഡിയോ പോയിട്ട് കണ്ടു നോക്കൂ. കവിയുടെ പേര് ഓർത്തിരിക്കണം. ശോഭനാഥ് യാദവ് ആണെന്ന് ഓർത്തിരിക്കണം. എല്ലാ പോയിൻറ്സും എഴുതിയിട്ടില്ലേ എന്ന് ഉറപ്പ് നിങ്ങൾ വരുത്തണം. കവിതയിൽ നിന്നും അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖിയം എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് തന്നിട്ട് അതേ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യം ചോദിക്കാറുണ്ട് 1-2 മാർക്കിന്. അപ്പോൾ നിങ്ങൾ നന്നായി കവിത വായിച്ച് നോക്കി അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അതുപോലെ തന്നെ ഈ പാഠത്തിൽ നിന്നും ചോദിക്കാവുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് പര്യാവരൺ സംരക്ഷൺ സംബന്ധി എക് പോസ്റ്റർ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്ദേശവാക്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നല്ല വൃത്തിയായി പഠിച്ചിട്ട് പോകും. അവിടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. പര്യാവരൺ കി സുരക്ഷ ഹമാര കർത്തവ്യ ഹെ. പരിസ്ഥിതിയുടെ സുരക്ഷ നമ്മുടെ കടമയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ഒരു സെൻറ്റൻസ് അത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോവുക. അടുത്ത പാഠം സാഫ് സഫായി മെം അവൽ ഗാവ് എന്ന് പറഞ്ഞ ലേഖനമായിരുന്നു. അതിൽ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് സൂചനാപട്ട്. മൊലിനോ ഗ്രാമത്തിൽ വെച്ചിട്ടുള്ള ഒരു സൂചനാപട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം വൃത്തിയായി എഴുതി പഠിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പോകുക. ഇവിടെ ഒരെണ്ണം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മൗലിനോങ് ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ്, പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹെ. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. കൂടുതൽ സൂചനാപട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സാഫ് സഫായി മേ അവൽ ഗാവിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരുപാട് സൂചനാപട്ട് കാണിച്ചതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിമ്പിളായിട്ടുള്ള സൂചനാപട്ട് ഏതാണോ അത് വൃത്തിയായി പഠിച്ച് പരീക്ഷയ്ക്ക് പോകാവുന്നതാണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്റർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നോക്കി പഠിക്കുക. അതുപോലെ ആ പാഠത്തിൽ നാരാഗീത് മുദ്രാവാക്യം എഴുതാൻ വരും. അപ്പോൾ ഏതെങ്കിലും 2 നിങ്ങൾ പഠിച്ച് വൃത്തിയായി പോവുക. സാഫ് സഫായി ഹമാര ദായിത്വ ഹെ എന്നൊരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വച്ഛ് രഹോ സ്വസ്ഥ രഹോ, ഇത് രണ്ടും നമ്മുടെ പാഠപുസ്തകത്തിലെയാണ്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം വൃത്തിയായി തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് പോകുക. വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഈ പാഠത്തിലെ കുറച്ച് ഓർത്ത് വയ്ക്കേണ്ട വാക്കുകൾ സാഫ് സുഥര എന്ന് വെച്ചാൽ വൃത്തിയുള്ള. ഔവൽ ഫസ്റ്റാണ്. ഹൈജ കോളറയാണ്. ഡസ്റ്റ്ബിൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. സഫായി കർണ വൃത്തിയാക്കുക. സ്വച്ഛത ശുചിത്വം. കൂട കച്ചറ എന്ന് വെച്ചാൽ വേസ്റ്റ്. ഖാസിയത്ത് പ്രത്യേകത. ബാൻസ് മുളയാണ്. ജാഗരൂകത ഉണർവ്. അത്രയും പുതിയ വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. മാത്രമല്ല പാഠഭാഗം നന്നായി വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. 2003 ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമായിട്ട് മൗലിനോങ് തിരഞ്ഞെടുത്തത്. 2003 में एशिया के सबसे साफ सुथरा गाँव के रूप में മൗലിനോങ് चुना गया. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. അടുത്ത പാഠം ഗാന്ധിജിക്ക് നമക്കതായിരുന്നു. അതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സമാചാർ, വാർത്ത. ഈ ന്യൂസ് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് വേണം പോകാൻ. ന്യൂസിൽ ഹെഡിങ് വേണം, സ്ഥലത്തിൻ്റെ പേര് എഴുതണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി സംഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ ന്യൂസ് നമ്മൾ എക്സ്പ്ലനേഷൻ നമ്മുടെ ഗാന്ധിജിക്ക് നമക്കഥ തുടർ പ്രവർത്തനങ്ങൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ആ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ പാഠത്തിലെ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കാം. നമക് സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. ദാണ്ഡി യാത്രയാണ് ധിണ്ടി യാത്ര. കാനൂൻ എന്ന് വെച്ചാൽ നിയമം. കാനൂൻ തോടുന നിയമം ലംഘിക്കുക. അംഗ്രേസോം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ. ടാക്സ് തന്നെയാണ്. അനുയായിയോം എന്ന് വെച്ചാൽ അനുയായികൾ. പൈതൽ എന്ന് വെച്ചാൽ കാൽനട. മുഷ്ടിയാണ്. ആസാദി സ്വാതന്ത്ര്യം. ഇത്രയും വാക്കുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എന്തെങ്കിലും ആക്ടിവിറ്റി വന്നാൽ എഴുതാനുള്ള വാക്കുകളാണ്. പിന്നെ ഉപ്പ് സത്യാഗ്രഹം അതായത് അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും ആണ് തുടങ്ങിയത്. അഹമ്മദാബാദിൽ നിന്ന് ദാണ്ഡി വരെയാണ് യാത്ര ചെയ്തത്. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 5 വരെയാണ് ദണ്ഡി യാത്ര നടന്നത്. അതും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ആ വർഷം ഡേറ്റൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി വരുമ്പോൾ നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കും.
അടുത്ത പാഠം യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നുള്ളൊരു കവിതയായിരുന്നു. കേദാർനാഥ് അഗ്രവാളിൻ്റെ കവിതയാണ്. കവിയെ ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നമ്മൾ സമാൻ അർത്ഥ് വാലേ ശബ്ദ് ഗുച്ഛെ പ്യാറിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറേ ന്യൂ വേർഡ്സ് നമ്മൾ പഠിക്കുന്നത് സമാൻ അർത്ഥ് വാലേ ശബ്ദ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. കിസാൻ കൃഷകാണ്. ജുവ ഹല്ലാണ്. പാൻസ് എന്ന് വെച്ചാൽ ഘാത് വളമാണ്. പാർക്കി എന്ന് വെച്ചാൽ പരീക്ഷക്. ഗാം ധൂപ്പാണ്. ഇത്രയും വാക്കുകളൊന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് ഓർത്ത് വെക്കേണ്ടത് ഖേത്തി സേ സംബന്ധ് രഖ്നെ വാലേ ശബ്ദ് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളൊന്ന് ഓർത്തിരിക്കുക. കിസാൻ, ബൈൽ, ഖേത്ത്, മിട്ടി, ബീജ്, പാൻസ്, ജുവ, ഫസൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കവിതാക്ക് ആശയമാണ്. കവിതയുടെ ആശയമാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നുള്ള പാഠത്തിൽ കവിതയുടെ ആശയം നിങ്ങൾ വളരെ നന്നായി പഠിച്ചു പോകുക. വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ ആശയത്തിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ തുടർ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് നോക്കാം നിങ്ങൾക്ക്. അതുപോലെ ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്ലക്കാർഡ് ഉണ്ടാക്കാൻ. ജീത്താ രഹേ കിസാൻ കർഷക ദിവസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്ലക്കാർഡിൽ എഴുതാനുള്ള സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരുപാട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ഇതിൽ ന്യൂ വേർഡ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. ജുവ കലപ്പയാണ്. മിട്ടി ജോത്ത് ഡാൽന എന്ന് വെച്ചാൽ മണ്ണ് ഉഴുതു മറിക്കുക. പാൻസ് ഡാൽന വെച്ചാൽ വളം ചേർക്കുക. ബീജ് പോന വിത്ത് വിതയ്ക്കുക. ഫസൽ ഉബ്ജാന എന്ന് വെച്ചാൽ വിള ഉൽപ്പാദിപ്പിക്കുക. പാർക്കി എന്ന് വെച്ചാൽ പരീക്ഷകൻ. സംഘ് സാത്ത് എന്ന് വെച്ചാൽ ഒപ്പം. ഈ വേർഡ്സൊക്കെ ഒന്ന് നിങ്ങൾ നന്നായി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കവിതയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വേറൊരു ചോദ്യമാണ് സമാന ആശയവാലി പങ്ക്തിയാം ചുൻകാർ ലിഖേം എന്ന് പറഞ്ഞിട്ട് ഒരേ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാൻ ഒരു സെൻറ്റൻസ് തരും. അതേ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായി കവിത വായിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോവുക. ഈ പാഠത്തിൽ നിന്ന് നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ. പരിശ്രം കാ മഹത്വ എന്ന വിഷയത്തിൽ ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് അതും കൂടി പഠിച്ചിട്ട് പോവുക. ഇതും നമ്മൾ തുടർ പ്രവർത്തനങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങൾ വീഡിയോയിൽ ഇതിൻ്റെ അർത്ഥം എല്ലാം വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക. പരീക്ഷ നന്നായിട്ട് എഴുതുക.